ഹലോ ഡിയേഴ്സ്. അപ്പം ഞാനെന്നൊരു ചെറിയ ഡേ ആൻഡ് മൈ ലൈഫ് ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്തുണ്ടായത്. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ ഒരു 4:30 4:45 എഴുന്നേൽക്കാറുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്. മോന് സ്കൂളിൽ ഇല്ല, ട്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 9 മണിക്കേ പോകേണ്ടതുള്ളൂ. മറ്റു സ്കൂളുണ്ടെങ്കിൽ ട്യൂഷൻ 6:45 വീട്ടിൽ നിന്ന് പോകണം. അപ്പോൾ 4:30 എഴുന്നേറ്റ് മാത്രമേ ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആവുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കണം. അതുപോലെ തന്നെ സാറ്റർഡേ ആയാലും സൺഡേ മാത്രമേ കുറേ ടൈം ഉറങ്ങുള്ളൂ. സാറ്റർഡേ ആയാലും രാവിലെ തന്നെ എഴുന്നേൽക്കും. അങ്ങനെ പതിവ് പോലെ ഇന്ന് 4:45 എഴുന്നേറ്റ് വന്നു, കിച്ചണിലോട്ട് വന്നു. നേരെ ചോറിന് വെള്ളം വെക്കും. രാവിലെ കിച്ചണിൽ വന്നാൽ ഫസ്റ്റ് ചെയ്യുന്ന ചോറിന് വെള്ളം വെക്കലാണ്. ആ വെള്ളം വെച്ച് ആ ടൈമിൽ തന്നെ ചായ ഉണ്ടാക്കാൻ. എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ ചായ നിർബന്ധമാണ്. കാരണം ചായ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ തലവേദനയായിരിക്കും. അതുകൊണ്ട് തന്നെ ചായ ഫുൾ ടൈം ചായ കുടിച്ചാൽ അത്രയും സന്തോഷം. അത്രയും എനിക്കിഷ്ടമാണ് ചായ. പക്ഷെ ഡോക്ടർമാരൊക്കെ പറയും ചായ കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ആണെങ്കിൽ കുറച്ച് കുറവാണ്. രാവിലെയും വൈകുന്നേരവും മാത്രമേ ചായ കുടിക്കാറുള്ളൂ. അങ്ങനെ കിച്ചണിലോട്ട് വന്ന് ചായ റെഡിയാക്കി നേരെ പോകുന്നത്, ആ ചായ എടുത്തിട്ട് നേരെ പോകുന്നത് ഹാളിലേക്കാണ്. അപ്പോൾ ഹാളിലേക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം വിളക്കൊന്നും കത്തിക്കാറില്ലെങ്കിലും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് നല്ല ഡിവോഷണൽ സോങ്ങൊക്കെ വെക്കും. യൂട്യൂബിൽ മഹാലക്ഷ്മിയുടെ സോങ്ങൊക്കെ വെക്കും. അതവിടെ ഇങ്ങനെ പാടുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഹാളിലിരിക്കും. ആ രാവിലെ ഡോറ് തുറക്കുന്ന സമയം തന്നെ വിൻഡോസിൽ ഒക്കെ തുറന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതും നോക്കി കുറച്ച് ടൈം പുറത്തേക്ക് ഇരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കുറേ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ആ ജനലിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ആ ചായയും കൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വരും. കിച്ചണിലോട്ട് വന്ന് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ദോശയാണ്. ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ദോശയാണ്, എളുപ്പമാണ്. അപ്പോൾ ദോശക്ക് പിന്നെ വലിയ കാര്യമായ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് മോന് കൊണ്ടുപോകുന്നു വേണ്ട. അതുകൊണ്ട് തന്നെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്, വെള്ള ചട്നി. അപ്പോൾ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കുന്നതന്നെയല്ലേ, പിന്നെ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ ആ ദോശ ഉണ്ടാക്കുന്നതിനിടയിൽ വെള്ളം തിളച്ചിട്ടുണ്ടാവും. അതിന് അരി ഇടാൻ വേണ്ടി എടുക്കും. അരിയാണെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു 2 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ കഴുകാറുള്ളൂ. കാരണം മിക്ക അരിയിലും ഒരു വെളിച്ചെണ്ണയുടെ ഒരു വഴുവഴുപ്പുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വാങ്ങിക്കുന്നത് വൈറ്റ് റൈസാണ്. ജയ വൈറ്റ് റൈസ് ഇല്ലേ, അതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ മിക്ക അരിയുള്ള റെഡ് റൈസിലൊക്കെ നന്നായിട്ടുണ്ടാവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ മിക്ക അരിയിലുള്ളത് കൊണ്ട് തന്നെ ഞാനത് 2 മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെക്കും. ചൂടുവെള്ളത്തിന് വെച്ചതിന് ശേഷം കഴുകുമ്പോൾ അതൊക്കെ പോയി കിട്ടാറുണ്ട്. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തു, അതവിടെ കുതിർത്ത് വെച്ചു. അതിനിടയിൽ ദോശ ചുട്ടുകൊണ്ടുണ്ട്. അങ്ങനെ ദോശ ചുട്ട് അതിനിടയിൽ പോയി അരിയൊക്കെ കഴുകി ക്ലീനാക്കി അരി ഇട്ടു. അതിനുശേഷം വീണ്ടും പിന്നെ ദോശ എനിക്ക് ഒരുപാടൊന്നും ചുടേണ്ട ആവശ്യമില്ല. ഒരു 8 ദോശ അത്രേ രാവിലെ ചുടേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം വലിയ ഒരുപാട് ടൈമൊന്നും ദോശ ഇടാനൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട പണിയില്ല. പിന്നെ പുട്ടാണെങ്കിലും 2 വട്ടം പുട്ടുകുറ്റിയിൽ നിറച്ചാൽ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയായി. അങ്ങനെ ഒരുപാട് ടൈമൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടൊന്നും കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. എന്നാലും ഞാൻ ഫുൾ ടൈം ഉണ്ടാകുന്നത് കിച്ചണിൽ തന്നെ ആയിരിക്കും. പിന്നെ അങ്ങനെ ദോശ ഇട്ടു. ദോശയിലെന്ന് വെച്ചാൽ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ദോശ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ യൂസ് ചെയ്യാറില്ല. പക്ഷേങ്കിൽ എണ്ണയില്ലാതെ ദോശ കഴിക്കാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ദിവസങ്ങളിലും എണ്ണ അതിന് മുകളിൽ തൂവി കൊടുക്കും. ദോശ പരത്തിയതിന് ശേഷം സാധാ വെളിച്ചെണ്ണ, പശു നെയ്യൊന്നും യൂസ് ചെയ്യാറില്ല. അത് ചെയ്താൽ എന്തോ ഒരു ശരിയാവുന്നില്ല. അതുകൊണ്ട് സാധാ എണ്ണ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കും. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. അതിനുശേഷം നേരെ പോകുന്നത് അലക്കാനിടാനായിരിക്കും. തുണി 3 പേരുടെ ഉള്ളെങ്കിലും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഡെയിലി അലക്കിയില്ലെങ്കിൽ ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി അലക്കാനിടും. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ നേരെ അലക്കാനിടാൻ പോവും.
അത് കഴിഞ്ഞിട്ടതിന് ശേഷം വീണ്ടും കിച്ചണിലോട്ട് വരും. കിച്ചണിലോട്ട് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞതൊക്കെ കുറച്ച് ഉണ്ടാവും. അതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കാറില്ല. അതൊക്കെ അവിടെ തന്നെ വെച്ചുകൊണ്ട് നേരെ റൂമിലോട്ട് പോകും. അപ്പോഴേക്ക് എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ടാവും. റൂമൊക്കെ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടാവും. കാരണം മോൻ്റെ പഠിക്കുന്ന ടേബിളായാലും അത് അത്രയില്ല, എന്നാലും അവൻ നേരെ ഒതുക്കി വെക്കാറൊന്നുമില്ല. എപ്പോൾ പറയെങ്കിലും കൂടെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ബുക്ക് അവിടെ പുറത്തുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് റൂം ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ബെഡ്ഷീറ്റും പില്ലൊക്കെ ഒന്ന് ക്ലീനാക്കി 2 റൂമിലും മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടാവും. രാവിലെ പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്ന് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി കൊടുക്കും. അടിച്ച് വരുന്നൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ വീഡിയോ ലോങ് ആവുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ റൂമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഹാളിലേക്ക് വരും. ഹാളിലും അതുപോലെ അത്ര വലിയൊരു കച്ചറയൊന്നും ഇല്ലെങ്കിലും അവിടെ ഇട്ടതും പിന്നെ ഈ ഗ്ലാസിൻ്റെ ടേബിളിലൊക്കെ എപ്പോഴും പൊടിയുണ്ടാവും. എന്നും ക്ലീൻ ആക്കുമെങ്കിലും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും എന്നും നന്നായി പൊടിയുണ്ടാവും. ആ റോഡ് സൈഡിൽ നിന്ന് വരുന്ന പൊടി തന്നെ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കോളിനൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് നേരെ കിച്ചണിലോട്ട് വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞതൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ടാവും. ഒരുപാടൊന്നല്ല, എന്നാലും സിങ്ക് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനൊരു ഫ്ലിപ്കാർട്ടിലൊരു മാറ്റ് വാങ്ങിച്ചിരുന്നു. അതിനകത്താണ് രാവിലെയൊക്കെ പാത്രം കഴുകിയിട്ട് വെക്കുന്നത്. ആ മാറ്റിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം മാറുന്ന സമയത്ത് എടുത്തിട്ട്, നമുക്കങ്ങനെ ഷെൽഫോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും വർക്ക് ഏരിയയിലൊരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. അതിനകത്ത് പാത്രങ്ങൾ വെക്കും. പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡിലും പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അവിടെ ആ തട്ടിലും കുറച്ച് വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആ കൈയോടെ തോർത്തിയില്ലെങ്കിൽ നമുക്ക് ബോർ വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ കിച്ചണിലെ ഇതൊക്കെ ഒരു കറ പിടിച്ച പോലെ ഉണ്ടാകണ്ടെന്ന് കരുതി അപ്പോൾ തന്നെ വെള്ളം തോർത്തിക്കളയും. അല്ലെങ്കിൽ അത് പിന്നെ ഒരു മങ്ങിയ പോലെയാണ്. കാരണം അപ്പാർട്ട്മെൻറ്റാണ്, നമ്മൾ റെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരെ ബിൽഡിംഗ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി നോക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ആ സിങ്ക് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. രാവിലെ ചായയും കാര്യങ്ങളൊക്കെ ആക്കിയതും പോകുമ്പം കഴിച്ചിട്ട് പോകുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വീണ്ടും നേരെ പോവും. അപ്പോഴേക്കും അതൊക്കെ ആ പച്ച ബക്കറ്റ് കാണുന്നത് വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിനകത്ത് വേസ്റ്റ് ഇട്ട് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കും. രാവിലെയോ ഉച്ചക്കും അങ്ങനെ അതിനകത്ത് കുറച്ചാവുന്നൊരു ടൈമിലാണ് കൊണ്ടുപോയിട്ട് പുറത്ത് നമുക്കൊരു വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ് ഉണ്ട്, അതിനകത്തോട്ട് കളയും. അപ്പോൾ അങ്ങനെ കിച്ചൺ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കിച്ചൺ നല്ല ക്ലീനായ സമയത്ത് വരുമ്പോഴേക്കും അലക്കിയതൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ആ ഒരു ടൈം കൊണ്ട് അലക്കിയതൊക്കെ ആയിട്ടുണ്ടാവും. അത് നേരെ കൊണ്ടുപോയി സ്റ്റാൻഡിലോട്ട് ഇടും. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് അയലിലൊന്നും ഇടാൻ പറ്റില്ല. കാരണം നല്ല വെയിലറിക്കുന്നൊരു സമയമായിരിക്കും പിന്നെ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ വെക്കും. മഴയില്ല വെച്ചാൽ സ്റ്റാൻഡ് എടുത്ത് മുറ്റത്തിടും, അല്ലെങ്കിൽ ആ സിറ്റ് ഔട്ടിൽ തന്നെ വെക്കും. ഇത് പുറത്തെ സിറ്റ് ഔട്ടിലാണ് വെക്കുന്നത്. കാരണം വർക്ക് ഏരിയയിൽ നമുക്ക് വെക്കാൻ അത്ര വലിയ സ്ഥലമില്ല. അവിടെ മെഷീനും സ്റ്റാൻഡ് പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ തുണി അയലിൽ വിരിച്ചു. ഇന്നാണെങ്കിൽ എനിക്ക് ഉച്ചവരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്. അപ്പോൾ നാട്ടിലോട്ട് പോകാമെന്നുള്ള ഇതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചവരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും. കാരണം 3:30 ട്രെയിനിന് 3:30 ട്രെയിനിന് ഞാൻ പോകും. മോന് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പം വരും. വന്നതിന് ശേഷം ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ വന്നു. തുണിയൊക്കെ അയലിലിട്ട് വന്നതിന് ശേഷം ഒരു പകുതി കഷ്ണം വെള്ളരിക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ അതിനകത്ത് ഇരുന്നാൽ നിങ്ങൾ വരുമ്പോഴേക്കും നമ്മളൊരു മൺഡേ മോർണിംഗേ വരുള്ളൂ, അത് റിട്ടേൺ വരുള്ളൂ. അപ്പോഴേക്കും അത് ചീത്തയാണ്ടെന്ന് വിചാരിച്ചു ആ വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ തൈര് ഇരിപ്പില്ല. പിന്നെ തൈര് ആ ടൈമിൽ ആരും തൈര് കൊണ്ടുവരാനോ വാങ്ങിക്കാൻ പോകാനൊന്നും അവിടെ ആളില്ലാത്തതുകൊണ്ട് തന്നെ
വെള്ളരിക്ക കട്ടും ചെയ്തു, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓർമ്മ വന്ന് വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന വെള്ളരിക്കക്കറി ഓർമ്മ വന്നു, പുളി ഒഴിച്ചിട്ട്. നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കാറുണ്ട്, പുളിശ്ശേരിയല്ല, പുളി ഒഴിച്ചിട്ടൊരു വെള്ളരിക്കക്കറി. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തു. അരക്കഷ്ണമാണെങ്കിലും അതിനകത്തൊരു കേടൊക്കെ ഉണ്ടായി. പിന്നെ ഉച്ചവരെയുള്ള ഫുഡ് മാത്രമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്തെടുത്തൊരു 2-3 പച്ചമുളക് ഇട്ടു. കാരണം അധികം എരിവില്ലാതെ പച്ചമുളകായതുകൊണ്ട് തന്നെ 2-3 പച്ചമുളക് ഇട്ടു. ഒരു കുക്കർ എടുത്തു. കുക്കറിനകത്തോട്ട് ഈ കട്ട് ചെയ്ത വെള്ളരിക്കയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളി കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ വെള്ളരിക്കയുടെ വേവ് പോലെയാണ് അതിന് വിസിൽ വേണ്ടത്. ഞാനൊരു 2 വിസിൽ ഇട്ടിട്ടുണ്ടായി. കാരണം കുറച്ച് വെള്ളരിക്കയേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് വേവുന്ന മഞ്ഞ കളറുള്ള വെള്ളരിക്കയില്ലേ, അതായിരുന്നു. അതുകൊണ്ട് തന്നെ 2 വിസിൽ ഇട്ടിട്ട് ആവി കളയാതെ വെച്ചാൽ തന്നെ അത് നന്നായി വെന്തിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഞാൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചരുവുണ്ട്, അതിനകത്ത് വെച്ചിട്ടാണ് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുക. കാരണം പിന്നെ കിച്ചണിൽ അധികം വേസ്റ്റൊന്നും ഉണ്ടാവില്ലല്ലോ, അതിനകത്തോട്ട് പോകുമല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ എടുത്ത് ആ വേസ്റ്റിലോട്ടിട്ട് അതവിടെ ക്ലീനാക്കി വെച്ചു. അതിനുശേഷം തേങ്ങ ചിരകിയിട്ട് ഈ വെള്ളരിക്കക്കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചിരകിയിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ തേങ്ങ ചിരകുന്നതെന്ന് വെച്ചാൽ ഈ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ചിരകപ്പല ഉണ്ടല്ലോ, അത് അവിടെ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. ആ കൗണ്ടർ ടോപ്പിൽ നമുക്ക് ആ തേങ്ങ ചിരകുന്ന എല്ലാവിടെയും ഉള്ള പോലത്തെ അത് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ എന്തോ സൈഡ് ഉരുട്ടിയത് കൊണ്ടോ അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പം കുറേ മോഡൽ ചിരകപ്പലയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ സ്റ്റാൻഡിൽ വെക്കുന്ന ഒരു ചിരകപ്പലയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് പെട്ടെന്ന് ചിരകാൻ പറ്റുന്ന ഒരു ചിരകപ്പലയാണ്. അപ്പോൾ അതാണത്. അങ്ങനെ തേങ്ങ ചിരകിയെടുത്തു. അരപ്പിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ജീരകമൊക്കെ ഇടും. കാരണം ആദ്യം ഞങ്ങൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറിലുണ്ടാവണം. നല്ല മഞ്ഞ കളറായാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. അത് പുളിശ്ശേരി മോരൊഴിച്ച് വെക്കുന്ന ഞങ്ങൾക്ക് ഓക്കെ, അല്ലെങ്കിൽ നല്ല ഓറഞ്ച് കളറൊക്കെ വേണം. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ജീരകമൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരിഞ്ഞിട്ടണം. അരിഞ്ഞതിന് ശേഷം നമ്മളെ കുക്കറിലുള്ള വെള്ളരിക്ക വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിനൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന ടൈമിൽ അത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് തിളച്ച് വരുന്ന ടൈമിൽ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരച്ചത് പിന്നെ അധികം തിളക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഏത് കറിയും നമ്മൾ തേങ്ങ അരച്ചതായാലും തേങ്ങാ പാൽ ഒഴിച്ചതായാലും കുറേ ടൈമിൽ തിളച്ച് കഴിഞ്ഞാൽ എണ്ണ പൊന്തിക്കഴിഞ്ഞാൽ ആ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. സാമ്പാർ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അരച്ച തേങ്ങ തിളച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ തേങ്ങയൊക്കെ അരക്കുന്ന കറി തിളച്ചാൽ ബുദ്ധിമുട്ടാണ്, ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അതിനകത്തോട്ട് കടുക് വറുത്തു. ആ കടുക് വറുക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ ഇട്ടിട്ടാണ് കടുക് പൊട്ടിക്കുന്നത്. അതിനുശേഷം അത് കറിയിലോട്ട് ഒഴിച്ചു, അതവിടെ മൂടി വെച്ചു, തീ ഓഫ് ചെയ്തു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് കൊഴുവ, അതായത് നത്തോലി മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിന്ന് പോവല്ലേ, അപ്പോൾ 2 ദിവസം കഴിഞ്ഞല്ലേ വരൂ, അത് പിന്നെ ഫ്രിഡ്ജിൽ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട് അതിനെടുത്ത് വറുത്ത് വെച്ചു. അതിനിടയിൽ ഞാനൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കായ് വെച്ചിട്ടൊരു കായയുടെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൊഴുവ ഫ്രൈയും ഉണ്ട്. പിന്നെ ആ തോരൻ രാവിലെ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ കടുക് പൊട്ടിക്കാതെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് കടുക് പൊട്ടിക്കുന്നത്. അതിനാണ് ആ ചീനച്ചട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ കൊഴുവ ഒരു ഭാഗത്ത് ഫ്രൈ ആവുന്നുണ്ട്. ഒരു പച്ചക്കായ് തോരൻ റെഡിയായി. ആ അടുപ്പ് മാറ്റി വെച്ചെന്ന് വെച്ചാൽ തീ കുറവുള്ളതിൽ മീൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പുറത്തെ ചേഞ്ച് ആക്കിയത്. അങ്ങനെ അതൊക്കെ റെഡിയായി. ഇതൊക്കെ വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി, എല്ലാം ബൗളിലേക്ക് മാറ്റി പാത്രങ്ങളൊക്കെ കഴുകാനിടും. കാരണം അപ്പോൾ തന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. ഇതൊക്കെ
ചെറിയ ചെറിയ ബോളിലാക്കിയിട്ട് മാറ്റി വെക്കാറാണ് പതിവ്. നല്ല ചുമയുണ്ട്, വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയിൽ നല്ല ചുമ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ടേബിളിലെടുത്ത് വെച്ചു. ആ പച്ച കളർ കാണുന്ന രാവിലെ ദോശക്കരച്ച ചമ്മന്തി ആയിരുന്നു. പിന്നെ വെള്ള കളറുള്ള ഇന്നലെ ഉണ്ടാക്കിയ കുമ്പളങ്ങ പച്ചടി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതാണ്. പിന്നെ നമ്മൾ കുഴവയും വറവും വെള്ളരിക്കക്കറിയും. അങ്ങനെ നേരെ വീണ്ടും കിച്ചണിലോട്ട് വന്നു. കിച്ചൺ വീണ്ടും മിസ്സി ആയിട്ട് കിടക്കേണ്ടി. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കിച്ചണിലെ സിങ്ക് വീണ്ടും നിറഞ്ഞിട്ടുണ്ടാവും. കാരണം നമുക്ക് പാത്രം കഴുകിയാൽ ഒരിക്കലും തീരില്ല. ഓരോ കിച്ചണിൽ ഒരു കാര്യം ഉണ്ടാക്കിയാൽ സിങ്ക് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ആ വെള്ള മാറ്റിനകത്തിട്ട് ഞാൻ പാത്രം കഴുകി വെക്കുന്നില്ല. കാരണം ഞാൻ പോകുന്നതിലിടക്ക് അതൊന്ന് കഴുകിയിടണം. അപ്പോൾ കഴുകിയിടുമ്പം ഈ ചരുവത്തിലോട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത്. അപ്പോൾ അത് പിന്നെ ടേബിൾ ടോപ്പിന് അടിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോഴേക്കും നല്ല ആറി കിട്ടുമല്ലോ. ചുമ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ആ ചരുവത്തിലോട്ട് വെച്ചു. പിന്നെ പ്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആ സ്റ്റീലിൻ്റെ സ്റ്റാൻഡിലോട്ട് വെക്കും. ആ താഴെ വെള്ളം വീഴുന്നത് ആ നീലൊരു ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ സ്റ്റൗ ക്ലീൻ ചെയ്യാനാണ്. ആ സ്റ്റൗ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തറയൊക്കെ തുടക്കുമ്പോഴെടുക്കുന്ന ഫീനോൾ ഉണ്ടല്ലോ, അതാണെങ്കിൽ നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. മറ്റുള്ളതുപോലെ ഒരു തലക്കുടിക്കുന്ന പോലത്തെ സ്മെല്ലല്ല, നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലായതുകൊണ്ട് തന്നെ അതാകുമ്പോൾ കിച്ചണും നല്ലൊരു നീറ്റായിരിക്കും. അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്യും. അത് പിന്നെ ഇന്ന് പോകേണ്ടതുകൊണ്ട് നല്ല ഡെയിലി ഫുഡ് കഴിഞ്ഞാൽ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ എന്തായാലും അവിടെ തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫീനോൾ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ ഡെറ്റോളും ഇതൊക്കെ യൂസ് ചെയ്താൽ പിന്നെ എനിക്ക് ആ സ്മെല്ലെന്തോ ശരിയാവുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇതുപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെയുള്ള സ്റ്റൗവിൻ്റെ അതെല്ലാം അഴിച്ചു മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ വെക്കും. പിന്നെ ഇതൊക്കെ ഞാനും മോനും മാത്രമേ നാട്ടിൽ പോകുന്നുള്ളൂ, ഹസ് വരുന്നില്ല. അപ്പോൾ അവർക്ക് എന്തായാലും ചായ വെക്കാനും എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലൊക്കെ സ്റ്റൗവിൻ്റെ വേണമല്ലോ. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും റിട്ടേൺ അവിടെ തന്നെ ഞാൻ വെക്കും. അത് വൈകുന്നേരം പോകുന്നതിലിടക്ക് മാത്രമേ വെക്കുള്ളൂ. അങ്ങനെ ആ ചരുവം എടുത്തു. താഴെ അപ്പുറം ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനടിയിലോട്ടാണ് ഈ ചരുവം വെക്കുക. അപ്പോൾ അവിടെ നിന്ന് ഉണങ്ങിക്കോളൂ. ഇനി ഇന്ന് എടുക്കില്ല, ഇനി മറ്റന്നാൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ പാത്രങ്ങൾ എടുക്കുള്ളൂ. അപ്പോഴേക്കും നന്നായി ഉണങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഫുള്ള് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഡെയിലി ഒരു 10 തവണ പറഞ്ഞ പോലെ നമ്മൾ കിച്ചണിൽ കയറും, ഇടയ്ക്കിടയ്ക്ക് തോർത്തും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യമൊന്നും നമുക്ക് അങ്ങനെ വരുന്നത് കുറവാണ്. വരും, എന്നാലും ഇടയ്ക്ക് മടി പിടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ 2 ദിവസം ക്ലീൻ ചെയ്തില്ലെങ്കിൽ 3-ാമത്തെ ദിവസം നല്ലൊരു ക്ലീനിങ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഈ സിങ്ക് കഴുകുന്ന മറ്റേ നമ്മളെ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് എന്നാണ് ഞങ്ങൾ പറയുക, അത് മാറിപ്പോകുന്നതിന് ഞാൻ കളറാണ് വെക്കുക. പാത്രം കഴുകുന്നതിന് റെഡും സിങ്ക് കഴുകുന്നത് ഗ്രീനും. അപ്പോൾ പിന്നെ മാറിപ്പോകുന്നൊരു പ്രശ്നം വരുന്നില്ലല്ലോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹോളും കിച്ചണൊക്കെ അടിച്ചിടാൻ പോകും. രാവിലെ റൂമൊക്കെ അടിച്ചിട്ടുണ്ട്. അടിച്ചതിന് ശേഷം അടിച്ച് തോർത്തലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ടാവും. അതിന് ശേഷം പോയി ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞു. പിന്നെ പോകേണ്ട തിരക്കായിരിക്കും, കാരണം ഇന്ന് പോകണമല്ലോ. അപ്പോൾ പോകുന്നതിലിടക്ക് ഞാൻ കരുതി എന്തായാലും ഒന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അടിച്ച് തുറന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിലിടക്ക് കുളിക്കുന്നതിലിടക്കെന്ന് വെച്ചാൽ ഞാൻ ഈ കിച്ചണിലെ ടവലിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കലക്കലുണ്ട്. ബാക്കിൽ അലക്കലിൽ ആ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളൊരു കല്ലാണ്. ആ സ്റ്റാൻഡ് വെച്ച് കല്ലിൽ എല്ലാം കഴുകിയിടും. കാരണം അതൊന്നും മെഷീനിൽ ഇടാൻ പറ്റില്ലല്ലോ.
അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് ക്ലീനാക്കിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. കുളിക്കാൻ പോയി കുളിച്ച് വന്നു. പിന്നെ നാട്ടിൽ പോകുന്നതിനിടയ്ക്ക് ചായ വെച്ച് കുടിച്ചിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ചായ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ. പിന്നെ മോൻ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അവൻ ചായ കുടിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചായ ഉണ്ടാക്കിയതിന് ശേഷം അപ്പോഴാണ് കഴുകി വെച്ച ഗ്യാസ് സ്റ്റൗ കൊണ്ട് ഇതൊക്കെ വെക്കേണ്ട ഓർമ്മ വന്ന് അതൊക്കെ വെച്ചു. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഞാൻ 3:30 ട്രെയിനിന് നാട്ടിലോട്ട് പോയി. ഇനി അടുത്ത വിശേഷങ്ങൾ ടൈം കിട്ടുവാണെങ്കിൽ നാട്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അടുത്ത വീഡിയോസായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.